ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ തിരുവചനം, ഈ വചന വിചിന്തനം നമുക്ക് വിശുദ്ധ അഗസ്റ്റിൻ്റെ ആത്മകഥ ഏറ്റുപറച്ചിലിലെ ഒരു വാചകം കൊണ്ട് ആരംഭിക്കാം. ഹാ അതിപുരാതനവും അതിനൂതനവുമായ സൗന്ദര്യമേ, നിന്നെ സ്നേഹിക്കുവാൻ ഞാൻ എത്ര താമസിച്ചു പോയി, എത്രയധികം ഞാൻ താമസിച്ചു പോയി. ഇതാ നീ എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു, ഞാനാകട്ടെ പുറത്തായിരുന്നു. എനിക്ക് പുറമേയാണ് ഞാൻ നിന്നെ അന്വേഷിച്ചത്. വിരൂപ സൃഷ്ടിയായ ഞാൻ ഓടിയെത്തിയത് നീ സൃഷ്ടിച്ച സുന്ദരങ്ങളായ ഈ ബാഹ്യ വസ്തുക്കളിലേക്കാണ്. നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ നിൻ്റെ കൂടെ ഇല്ലായിരുന്നു. നീ സൃഷ്ടിച്ച വസ്തുക്കൾ, നിന്നെ കൂടാതെ അസ്തിത്വം പോലുമില്ലാത്ത ആ സുന്ദര വസ്തുക്കൾ നിന്നിൽ നിന്നും എന്നെ ദൂരെ അകറ്റി. നീ എന്നെ വിളിച്ചു, ഉച്ചത്തിൽ വിളിച്ചു, എൻ്റെ ബധിരത തകരത്തക്ക വിധത്തിൽ വിളിച്ചു. നീ ജ്വലിച്ചു പ്രകാശിച്ചു, നിൻ്റെ പ്രകാശം എൻ്റെ മേൽ പതിച്ചു. എൻ്റെ അന്ധതയെ നീ ഉച്ചാടനം ചെയ്തു, നിൻ്റെ സൗരഭ്യം നീ വീശി. ഞാനത് ശ്വസിച്ചു, ദീർഘമായി നിന്നെ ഞാൻ ശ്വസിച്ചു. ഞാൻ നിന്നെ രുചിച്ചു നോക്കി, നിന്നെ ലഭിക്കുവാനുള്ള വിശപ്പും ദാഹവും അതോടെ എന്നിൽ ആളിപ്പടർന്നു. ഞാൻ നിന്നെ സ്പർശിച്ചു, നിന്നിലെത്തി വിശ്രമിക്കുവാനുള്ള തിടുക്കം എന്നെ അക്ഷമനാക്കി. ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ആവേലച്ചൻ്റെ മനോഹരമായൊരു ഗീതമുണ്ട്. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. ഈ പാട്ട് ഇങ്ങനെ പോയി അവസാനം എന്നിലേക്കു ഞാൻ തിരിഞ്ഞു. അവിടെയാണ് ഈശ്വരൻ്റെ വാസം, അവിടെയാണ് ഈശ്വരൻ്റെ വാസഗേഹം. പ്രിയപ്പെട്ടവരെ, ഇതാണ് വിശുദ്ധ അഗസ്റ്റിനും പറഞ്ഞു വയ്ക്കുന്നത്. അതിനൂതനവും അതിപുരാതനവുമായ സൗന്ദര്യമേ, ഞാൻ അറിയാൻ താമസിച്ചു പോയി. നീ എൻ്റെ അകത്തുണ്ടായിരുന്നു. ഞാൻ എവിടെയൊക്കെയോ അലഞ്ഞു, എന്തിനെയൊക്കെയോ സ്നേഹിച്ചു. എനിക്ക് ചുറ്റുമുള്ള ബാഹ്യമായ സുന്ദര വസ്തുക്കൾ പലതിലേക്കും എൻ്റെ ശ്രദ്ധയെ തിരിച്ചു കൊണ്ടുപോയി. പക്ഷേ ഞാൻ ഒടുവിൽ നിന്നിലേക്ക് എത്തിച്ചേരുന്നു. വിശുദ്ധ അഗസ്റ്റിൻ വീണ്ടും തൻ്റെ ആത്മകഥ ഏറ്റുപറച്ചിലെ ആദ്യ അധ്യായത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നിന്നെ പ്രാപിക്കുവാനത്രേ ഞങ്ങളെ നീ സൃഷ്ടിച്ചിരിക്കുന്നത്. നിന്നിലെത്തി വിശ്രമിക്കുന്നത് വരെ ഞങ്ങളുടെ ഹൃദയം അസ്വസ്ഥമായിരിക്കും. നിന്നെ പ്രാപിക്കുവാനത്രേ ഞങ്ങളെ നീ സൃഷ്ടിച്ചിരിക്കുന്നത്. നിന്നിലെത്തി വിശ്രമിക്കുന്നത് വരെ ഞങ്ങളുടെ ഹൃദയം അസ്വസ്ഥമായിരിക്കും. വീണ്ടും നിന്നെ വിളിക്കുമ്പോൾ എൻ്റെ ഉള്ളിലേക്കാണ് ഞാൻ വിളിക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കി, എത്ര മനോഹരമായിട്ടാണ് വിശുദ്ധ അഗസ്റ്റിൻ ഈ ഒരു ബോധ്യം നമുക്ക് തരുന്നത്. നിന്നെ വിളിക്കുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് തന്നെയാണ് ഞാൻ വിളിക്കുന്നത്. ഈശോയേ എന്ന വിളി എത്തിച്ചേരുന്നത് എൻ്റെ ഉള്ളിലേക്ക് തന്നെയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം നമ്മൾ ഇന്ന് വിചിന്തനം ചെയ്യുന്നു. 14-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. അസ്വസ്ഥപ്പെടുകയേ വേണ്ട, വിശ്വസിക്കുവിൻ എന്ന് ഈശോ പറഞ്ഞു തരുന്നു. 2-ാം വാക്യം, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങളെ എങ്ങനെ അറിയും? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. ഈ വചനഭാഗം ഒന്ന് ശ്രദ്ധിച്ച് നമുക്ക് വായിച്ച് കേൾക്കാം. 2-ാം വാക്യം മുതൽ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ അവിടേക്ക് പോവുകയാണ്. ഒന്ന് ചിന്തിച്ചേ, എവിടെയാണ് ഈ വാസസ്ഥലം? സ്വർഗം എവിടെയാണ്? ദൈവം വസിക്കുന്നത് എവിടെയാണ്? എവിടെയാണ്? ചിന്തിച്ചേ, സ്വർഗം എവിടെയായിരിക്കും? വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യവതി തമ്പുരാനെ കണ്ടെത്താൻ വേണ്ടി അധ്വാനിച്ചു പ്രാർത്ഥിച്ചു. ഒടുവിൽ ആഭ്യന്തര ഹർമ്മ്യം എന്ന തൻ്റെ ഏറ്റവും സുന്ദരമായ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ആത്മകഥയുണ്ട്, സുഹൃത സരണിയുണ്ട്, മഠസ്ഥാപന ചരിതമുണ്ട്. എന്നാൽ ആഭ്യന്തര ഹർമ്മ്യത്തിൽ അതിൻ്റെ പൂർണ്ണതയിലെത്തുകയാണ്. 7 സദനങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്.
ഒരു മനോഹരമായ വജ്രം, അതിൻ്റെ ഉള്ളിലെ അറകൾ, 7 അറകൾ, ഏറ്റവും അകത്ത് തിളങ്ങി പ്രശോഭിക്കുന്ന പരിശുദ്ധ ത്രിത്വം. ഈ സദനങ്ങൾ എവിടെയാണ്? ഹൃദയത്തിലാണ്. തമ്പുരാൻ വസിക്കുന്നത് ഹൃദയത്തിൽ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗം കണ്ടെത്താൻ വേറെ എവിടെയും പോകേണ്ടതില്ല. അതാണ് നമ്മൾ പാടിയത്. എവിടെയൊക്കെയോ അലഞ്ഞു, ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്ന് ഞാൻ അലഞ്ഞു, അവിടെയുമില്ല ഇവിടെയുമില്ല ഈശ്വരൻ. എവിടെയുമില്ലായിരുന്നു. ഒടുവിൽ കണ്ടെത്തുന്നത് എവിടെയാണ്? ഇവിടെ, ഹൃദയത്തിൽ. ഇവിടെ 14-ാം അധ്യായം 2-ാം വാക്യം, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഈ വാസസ്ഥലം നമ്മുടെ ഹൃദയത്തിൽ തന്നെയാണ്. ഈ ആത്മാവ് വസിക്കുന്ന മനോഹരമായ ഒരു ചില്ലുഗോപുരമുണ്ട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ. പ്രിയപ്പെട്ടവരെ, ഒരു തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് ഹൃദയം തേങ്ങുന്നത്, അസ്വസ്ഥപ്പെടുന്നത്? ബിക്കോസ് ഹീസ് ദർ. കർത്താവ്, പരിശുദ്ധ ത്രിത്വം വസിക്കുന്ന ആ മനോഹരമായ പളുങ്ക് ഗോപുരം, ആ വജ്രം എൻ്റെ ഹൃദയമാണ്. ഹൃദയത്തിൻ്റെ അകത്ത് തന്നെയാണ് തമ്പുരാൻ വന്ന് വസിക്കുന്ന സ്വർഗം. നമ്മൾ കടന്നു ചെല്ലേണ്ടതും ഈ ആത്മാവിൻ്റെ ആഴങ്ങളിലേക്കാണ്. ഈ ആത്മാവിൻ്റെ ആഴങ്ങളിൽ, നമുക്കറിയാം, ആത്മാവിൻ്റെ ആഴങ്ങളിൽ, ആ പാട്ടറിയത്തില്ലേ, അറിഞ്ഞു നിൻ ദിവ്യ സ്നേഹം. ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കർത്താവിൻ്റെ സ്നേഹം കണ്ടെത്താൻ പറ്റും. ഇവിടെ വചനത്തിൽ നമ്മൾ വീണ്ടും കേൾക്കുന്നുണ്ട്, 3-ാം വാക്യം, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. 4-ാം വാക്യം ശ്രദ്ധയോടെ കേൾക്കാം, ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. കർത്താവ് എവിടേക്കാണ് പോകുന്നത്? ഇവിടേക്ക്, ഹൃദയത്തിലേക്ക്, ഉള്ളിലുള്ള ത്രിത്വത്തിൻ്റെ മനോഹരമായ വജ്രകൂമ്പാരത്തിലേക്ക്. അതെ, അതുകൊണ്ടാണ് പറഞ്ഞത് നിനക്കറിയാം, കാരണം നിൻ്റെ ഹൃദയത്തിലേക്കാണ് ഞാൻ പോകുന്നത്. നിൻ്റെ ഹൃദയം തന്നെയാണ് സ്വർഗം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ബോധ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തരത്തിലുമുള്ള തെറ്റ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല. കാരണം എൻ്റെ ഹൃദയത്തിൽ കർത്താവ് വസിക്കുന്നുണ്ട്. പരിശുദ്ധ ത്രിത്വം ഏറ്റവും പൂർണ്ണതയിൽ സർവ്വ മഹിമ പ്രതാപത്തോടുകൂടെ എൻ്റെ ഹൃദയമാകുന്ന കൊച്ചൽത്താരയിൽ വന്ന് വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നത്, ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് സ്വർണ്ണ നിർമ്മിതമായ സക്രാരികൾ, വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുകയാണ്, സക്രാരികളിൽ വസിക്കാനല്ല, ഹൃദയമാകുന്ന സക്രാരിയിൽ വന്ന് വസിക്കാനാണ്. ഇവിടെയാണ് സ്വർഗം. കർത്താവ് വസിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഈ സമയത്ത് ഈ വചനം കേൾക്കുമ്പോൾ കർത്താവിനോട് പറയാം, കർത്താവ്, എൻ്റെ ഹൃദയത്തിൽ മലിനത എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ ആ പാട്ട് പാടുന്ന പോലെ, വാ യേശുനാഥ, വേണ്ട പോകരുതേ, നാഥ നിൽക്കണമേ, തീർത്തുകൊള്ളാൻ ഞാനൊരു പൂമണ്ഡപം. ഇതാണ് പൂമണ്ഡപം ഹൃദയത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവെ, ഏതെങ്കിലും വിധത്തിലുള്ള അശുദ്ധി എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു കയറിയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ഞാനതെല്ലാം മാറ്റുമെന്ന് തീരുമാനിക്കുന്നു. അസ്വസ്ഥപ്പെടാതെ ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം തിരുവചനം, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, കാരണം സമാധാനദാതാവ് ഈ ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ വസിക്കുന്നുണ്ട്. ആ ബോധ്യത്തിലേക്ക് കടന്നു വരാം. വിശുദ്ധ ഫിലിപ്പിനേരി പുണ്യവാളനെ കുറിച്ച് പറയപ്പെടുക ഇപ്രകാരമാണ്, തമ്പുരാനെ ഹൃദയത്തിൽ സ്നേഹിച്ച് ആ ബോധ്യം കിട്ടി. അവസാനത്തെ 15ഓളം വർഷങ്ങൾ ഈ മനുഷ്യൻ്റെ ഹൃദയം വികസിച്ചിരുന്നു അത്രേ. വാരിയല് പൊട്ടിയ വാരിയൽ, ഇത്രയുമുള്ള ഹൃദയം വികസിച്ച് വളർന്നുപോലും. തമ്പുരാൻ ഹൃദയത്തിലുണ്ടെന്ന ബോധ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹൃദയം വികസിക്കാതിരിക്കുമോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? സിസ്റ്റർ നത്താലിയായ്ക്ക് ഈശോ വെളിപ്പെടുത്തി കൊടുത്ത ചില സന്ദേശങ്ങളുണ്ട്. ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി എന്ന ഗ്രന്ഥത്തിൽ അത് വിവരിക്കുന്നുണ്ട്. അതിൽ വിവരിക്കുക ഇപ്രകാരമാണ്, സിസ്റ്റർ നത്താലിയായ്ക്ക് ഈശോ വെളിപ്പെടുത്തി കൊടുത്തു, ഞാൻ നിങ്ങളുടെ ചാരയല്ല, നിങ്ങളുടെ ഇടയിലുമല്ല, മറിച്ച് ഞാൻ നിങ്ങളിലാണ്. ഞാൻ നിങ്ങളുടെ ചാരയല്ല, നിങ്ങളുടെ ഇടയിലുമല്ല, മറിച്ച് നിങ്ങളിലാണ്. ഞാൻ നിങ്ങളുടെ ചാരയല്ല, നിങ്ങളുടെ ഇടയിലല്ല, മറിച്ച് ഞാൻ നിങ്ങളിലാണ്. പ്രിയപ്പെട്ടവരെ, എത്ര വലിയ ബോധ്യമാണ് ഇന്നത്തെ ഈ ദിവസം കർത്താവ് നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. വെളിപാട് പുസ്തകം 3-ാം അധ്യായം 19-ഉം 20-ഉം തിരുവചനങ്ങൾ, അതുകൊണ്ട് തീക്ഷ്ണതയുള്ളവനാകുക, അനുതപിക്കുക, ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യുന്നു. ഹൃദയവാതിലാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്.
ഈസ് ദർ. തുറന്ന് തന്നേ, എനിക്ക് പ്രവർത്തിക്കാൻ ഒരു അനുവാദം തന്നേ. മനുഷ്യന് കർത്താവ് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയാണ്? ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. ഫ്രീ വിൽ. എന്തിനു വേണ്ടിയാണ് കർത്താവ് നമുക്ക് ഈ പൂർണ്ണ സ്വാതന്ത്ര്യം തരുന്നത്? കർത്താവിനെല്ലാം അറിയാം. തമ്പുരാൻ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഒരു മുട്ടുസൂചി താഴെ വീഴുന്നുണ്ടെങ്കിൽ, ഒരു ഇല അനങ്ങുന്നുണ്ടെങ്കിൽ, ഒരു മഴത്തുള്ളി ആകാശത്ത് നിന്ന് മാനത്ത് നിന്നും താഴേക്ക് വന്ന് വീഴുന്നുണ്ടെങ്കിൽ കർത്താവ് അത് അറിയുന്നുണ്ട്. ഇപ്പോൾ കോരിച്ചൊരിയുന്ന മഴയുടെ മഴത്തുള്ളികളുടെ എണ്ണം പോലും കർത്താവിനറിയാം. ഒരു മുടിനാരിഴ പോലും ഞാൻ എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്താണ് നമുക്ക് തരുന്ന ബോധ്യം? യെശയ്യാ പ്രവചനത്തിൽ അത് പറഞ്ഞത്. എന്താണ് കർത്താവ് നമുക്ക് തരുന്ന ബോധ്യം? എല്ലാം അറിയുന്നുണ്ട്, എന്നിട്ടും എനിക്ക് എല്ലാം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം കർത്താവ് തന്നിരിക്കുന്നു. അതാണ് ഫ്രീ വിൽ. ഫ്രീ വിൽ. അപ്പോൾ ഈ സ്വാതന്ത്ര്യം എനിക്ക് ലഭിച്ചിരിക്കുമ്പോൾ തന്നെ തമ്പുരാന് എന്നിലൂടെ പ്രവർത്തിക്കാൻ ഞാൻ അനുവദിക്കണം. അപ്പോൾ ഈ ഭൂമി, എൻ്റെ ജീവിതം, എൻ്റെ ശരീരം, എനിക്ക് ചുറ്റുമുള്ളവർ എല്ലാം എവിടെയും സ്വർഗവും സ്വർഗനിവാസികളുമായി തീരും. നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിനോട്. കർത്താവേ, ഈ ഒരു ബോധ്യം എന്നിൽ നിറയ്ക്കണമേ. എല്ലാ സമയത്തും എപ്പോഴും എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് ഈ ബോധ്യം, വേറെ ആരുമില്ല, എൻ്റെ ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ കർത്താവെ അങ്ങുണ്ട് എന്ന ബോധ്യത്തിലേക്ക് എന്നെ കടത്തിക്കൊണ്ട് വരണമേ. ഉത്തമഗീതത്തിലെ വചനത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലാം. ഉത്തമഗീതം 5-ാം അധ്യായം 2-ാം തിരുവചനം. ഞാൻ ഉറങ്ങി, പക്ഷേ എൻ്റെ ഹൃദയം ഉണർന്നിരുന്നു. അതാ എൻ്റെ പ്രിയൻ വാതിലിൽ മുട്ടുന്ന. ഹൃദയം തുറന്നിരുന്നു, ഉണർന്നിരുന്നു, വാതിലിൽ മുട്ടി പ്രവർത്തിക്കാൻ കർത്താവ് ഒരുമ്പെടുന്നു എന്ന് വചനത്തിൽ പറഞ്ഞു വയ്ക്കുന്നു. വീണ്ടും ഉത്തമഗീതം 8-ാം അധ്യായം 6-ാം തിരുവചനം. നിൻ്റെ ഹൃദയത്തിൽ മുദ്രയായും നിൻ്റെ കരത്തിൽ അടയാളമായും എന്നെ പതിക്കുക. ഇതാണ് വീണ്ടും സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. ഞാൻ ഉള്ളിലുണ്ട്, ഇനി നീ സ്റ്റാമ്പ് ചെയ്തേ, എന്നെ ഹൃദയത്തിലേക്ക് മുദ്രയായി പതിപ്പിച്ചേ, കരത്തിൽ അടയാളമായി എന്നെ സ്വീകരിച്ചേ എന്ന് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. വീണ്ടും വചനത്തിലൂടെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ യേശു കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ലൂക്കാ സുവിശേഷം 21-ാം അധ്യായം 34-35 തിരുവചനങ്ങൾ. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് നിപതിക്കും. 3 കാര്യങ്ങൾ: സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ മനസ്സ് ദുർബലമാവുകയും, ഹൃദയം ദുർബലമാവുകയും എന്ന് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുകയാണ്. ഹൃദയത്തിൽ വസിക്കുന്ന കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റാത്ത വിധത്തിൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം ഞാൻ ദുർസ്വാതന്ത്ര്യമായി മാറ്റി വേണ്ടാത്തതെല്ലാം ചെയ്തു കൂട്ടുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? മനസ്സ് ദുർബലമാകുന്നു. ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ബിവെയർ, ശ്രദ്ധയോടെ പരിപാലിക്കുവിൻ എന്ന് കർത്താവ് പറഞ്ഞു തരുന്നു. വീണ്ടും ലൂക്കാ സുവിശേഷം 21-ാം അധ്യായം 20-ാം തിരുവചനം. ജെറുസലേമിന് ചുറ്റും സൈന്യം താവളമടിച്ചിരിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ നാശം അടുത്തിരിക്കുന്നു എന്നറിഞ്ഞുകൊള്ളുവിൻ. അപ്പോൾ യൂദയായിലുള്ളവർ പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ, പട്ടണങ്ങളിലുള്ളവർ അവിടം വിട്ടുപോകട്ടെ, ഗ്രാമങ്ങളിലുള്ളവർ പട്ടണത്തിൽ പ്രവേശിക്കാതിരിക്കട്ടെ. കാരണം എഴുതപ്പെട്ടവയെല്ലാം പൂർത്തിയാകേണ്ട പ്രതികാരത്തിൻ്റെ ദിനങ്ങളാണവ. അപ്പോൾ ഇവിടെ വചനം പറഞ്ഞു വയ്ക്കുകയാണ്, ജെറുസലേമിന് ചുറ്റും സൈന്യം താവളമടിച്ചിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ചുറ്റും സൈന്യത്തിൻ്റെ, പടയാളികളുടെ, തിന്മയുടെ വലിയൊരു കോട്ട കെട്ടപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ കണ്ടെത്തുക, ബോധ്യത്തിലേക്ക് വരിക, ഹൃദയത്തിൽ കർത്താവുണ്ട്. ഈ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു സൈന്യവും നമ്മളെ ശല്യപ്പെടുത്തില്ല, അസ്വസ്ഥപ്പെടുത്തത്തില്ല. നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം. സിറിയായെ ഏലീശ പ്രവാചകൻ്റെ സഹായത്തോടുകൂടെ ഇസ്രായേൽ ജനം തോൽപ്പിക്കുകയാണ്. വചനം പറഞ്ഞു വയ്ക്കുന്ന 6-ാം അധ്യായം 8 മുതലുള്ള തിരുവചനങ്ങളാണ്. ഒരിക്കൽ സിറിയ രാജാവ് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുകയായിരുന്നു. പാളയമടിക്കേണ്ട സ്ഥലം രാജാവ് ഭൃത്യന്മാരുമായി ആലോചിച്ചുറച്ചു. നീ ഇങ്ങോട്ട് കടക്കരുത്, സിറിയാക്കാർ അവിടം ആക്രമിക്കാൻ ഇരിക്കുകയാണ് എന്ന് ദൈവപുരുഷൻ ഇസ്രായേൽ രാജാവിന് സന്ദേശം അയച്ചു. ദൈവപുരുഷൻ പറഞ്ഞ സ്ഥലത്തേക്ക് ഇസ്രായേൽ രാജാവ് സൈന്യത്തെ അയച്ചു. ഇങ്ങനെ പലപ്പോഴും ദൈവപുരുഷൻ മുന്നറിയിപ്പ് നൽകുകയും രാജാവ് രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സിറിയ രാജാവ് തന്മൂലം അസ്വസ്ഥനായി. അവൻ ഭൃത്യന്മാരോട് ചോദിച്ചു,
നമ്മുടെ ഇടയിൽ ഇസ്രായേൽ രാജാവിന് വേണ്ടി നിലകൊള്ളുന്നവനെ നിങ്ങൾ കാണിച്ചു തരികയില്ലേ? ഭൃത്യന്മാരിൽ ഒരുവൻ പറഞ്ഞു, രാജാവേ, നമ്മുടെ ഇടയിൽ ആരുമില്ല. കിടപ്പറയിൽ അങ്ങ് സംസാരിക്കുന്നത് ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്ന ഇസ്രായേലിലെ പ്രവാചകന് എലീശയാണ്. കിടപ്പറയിൽ പറയുന്നത് എലീശ അറിയുന്നു. അതാണ് കിടപ്പറയിൽ പറയുന്നത്. കാരണം എലീശയുടെ ഉള്ളിൽ ആരുണ്ടായിരുന്നു? തമ്പുരാനുണ്ടായിരുന്നു, ദൈവമുണ്ടായിരുന്നു. ആ ബോധ്യത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ പൂർണ്ണതയാണ്. ഒന്നിനും അവസാനം ഉണ്ടാവുകയില്ല. ഇനി എന്താ സംഭവിച്ചത്? ഇനി പശ്ചാത്തലം പറയാം. കേട്ടു, സിറിയ രാജാവ് ഇങ്ങനെ തോറ്റു വരികയാണ്. അങ്ങനെ ഇരിക്കെ ചാരന്മാരെ അയച്ച് എലീശ എവിടെയാണ് താമസിക്കുന്നത് എന്ന് സിറിയ രാജാവ് കണ്ടെത്തുകയാണ്. സിറിയ രാജാവ് കണ്ടെത്തി അതിനു ചുറ്റും ഇവർ താമസിച്ചിരുന്ന കൊച്ചു ടെൻറ്റിന് ചുറ്റും, കൊച്ചു മാളത്തിന് ചുറ്റും ഈ സൈന്യം മുഴുവൻ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. വചനം പറഞ്ഞു വെക്കുന്നു, 6-ാം അധ്യായം 15-ാം തിരുവചനം. ദൈവപുരുഷൻ്റെ ദാസൻ അതിരാവിലെ എഴുന്നേറ്റ് പുറത്ത് വന്നപ്പോൾ രഥങ്ങളും കുതിരകളുമായി സൈന്യം നഗരം വളഞ്ഞിരിക്കുന്നത് കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, അയ്യോ യജമാനനെ, നാം എന്താണ് ചെയ്യുക? അവൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, അവരെക്കാൾ കൂടുതൽ ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ എലീശ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവൻ്റെ കണ്ണുകൾ തുറക്കണമേ, ഇവൻ കാണട്ടെ. കർത്താവ് അവൻ്റെ കണ്ണുകൾ തുറന്നു. എലീശായ്ക്ക് ചുറ്റും മല ആഗ്നേയ രഥങ്ങളും കുതിരകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. സിറിയാക്കർ തനിക്കെതിരെ വന്നപ്പോൾ എലീശ കർത്താവിനോട് പ്രാർത്ഥിച്ചു, ഇവരുടെ കണ്ണുകളെ അന്ധമാക്കണമേ. എലീശായുടെ പ്രാർത്ഥനയനുസരിച്ച് അവിടുന്ന് അവരുടെ കണ്ണുകളെ അന്ധമാക്കി. അപ്പോൾ എലീശ അവരോട് പറഞ്ഞു, വഴി ഇതല്ല, പട്ടണവും ഇതല്ല. അങ്ങനെ അവർ വലിയ ഒരു അന്ധകാരത്തിലേക്ക് പോയി നശിക്കുകയാണ്, ഈ സിറിയ സൈന്യം മുഴുവൻ. എലീശ പ്രാർത്ഥിച്ചത് ആരോടാ? ഹൃദയത്തിൽ വസിച്ചിരുന്ന കർത്താവിനോട്. അതാണ് പറഞ്ഞത്, കിടപ്പറയിൽ പറഞ്ഞത് അവൻ എങ്ങനെ അറിഞ്ഞു? ഹൃദയത്തിൽ കർത്താവുണ്ട് എന്ന ബോധ്യത്തിലേക്ക് കടന്നു വന്നപ്പോൾ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്ന് തമ്പുരാൻ നമുക്ക് തരുന്ന ബോധ്യം ഇതാണ്: ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ വസിക്കുന്ന കർത്താവിനെ കണ്ടെത്തുക. നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാം, 2 കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് എൻ്റെ ഹൃദയത്തിൽ എന്നോട് പറയുന്ന തമ്പുരാൻ്റെ വചനം, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. യോഹന്നാൻ സുവിശേഷം 14:1. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ ഹൃദയത്തിൽ പൂർണ്ണ പരിശുദ്ധിയോടെ വസിക്കുന്ന കർത്താവെ, എൻ്റെ ഹൃദയം അശുദ്ധമായിട്ടുണ്ടെങ്കിൽ ആ അശുദ്ധിയെല്ലാം കഴുകിക്കളഞ്ഞ് എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നെ പൂർണ്ണനാക്കണമേ. ഈ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ ആശീർവാദത്തിനായി നമുക്ക് ഒരുങ്ങാം. വെളിപാട് പുസ്തകം 1:7. ഇതാ അവൻ വീണ്ടും ആഗതനാകുന്നു, മേഘങ്ങളുടെ അകമ്പടിയോടെ അവൻ വീണ്ടും ആഗതനാകുന്നു. ഓരോ മിഴിയും അവനെ കാണും. അവനെ കുത്തി മുറിവേൽപ്പിച്ചവരും അവനെ പ്രതി മാറത്തടിച്ച് വിലപിക്കുന്ന ഭൂമിയിലെ സർവ്വജനപദങ്ങളും അവൻ്റെ മുഖം ദർശിക്കും. ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഹൃദയത്തിൽ വസിക്കുന്ന കർത്താവിനെ എന്നും എപ്പോഴും തിരിച്ചറിയുവാനുള്ള കൃപ നമ്മിൽ നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.